സംസ്ഥാനത്ത് CPIM BJP കൂട്ടുകച്ചവട ആരോപണം കടുപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നും. പിണറായി ജയിലിൽ പോകാതിരിക്കാൻ ഒത്താശ ചെയ്യുന്നത് നരേന്ദ്രമോദിയാണെന്നും പിണറായിയുടെ മകളെ മോദി സംരക്ഷിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ഇന്ന് ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള മോദിയും മോദി വിരുദ്ധത പിണറായിയും മിണ്ടുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. UDF ക്യാമ്പിനെ ആവേശത്തിലാക്കുന്നതായിരുന്നു വടക്കൻ കേരളത്തിലെ രാഹുലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ CPIM BJP ഡീലാരോപണത്തിൽ ഉറച്ചു തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം. സംസ്ഥാനത്ത് CPIM BJP കൂട്ടുകച്ചവടമെന്നും പ്രധാനമന്ത്രിക്കെതിരെ പിണറായി ഒന്നും മിണ്ടില്ലെന്നും രാഹുൽ വിമർശിച്ചു. പിണറായിയെ ജയിലിൽ പോകാതെ സംരക്ഷിക്കുന്നത് മോദിയാണെന്നും രാഹുലിന്റെ കടുത്ത ആരോപണം. Chief Minister of Kerala knows that Narendra Modi has the key to putting the Chief Minister in jail right now. CPM leaders stole gold from Sabarimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabarimala. ഡൊണാൾഡ് ട്രംപ് മോദിയെ നിയന്ത്രിക്കുന്ന പോലെ പിണറായി വിജയനെ മോദി നിയന്ത്രിക്കുന്നെന്നും രാഹുൽ ആവർത്തിച്ചു. Donald Trump controls Narendra Modi. Narendra Modi controls the Chief Minister of Kerala. ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ രാഹുൽ സജീവ വിഷയമായി ഉന്നയിച്ചു. UDF ക്യാമ്പിനെ ആവേശത്തിലാക്കിയായിരുന്നു വടക്കൻ കേരളത്തിലെ രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കണ്ണൂരിൽ CPIM വിട്ടുവന്ന TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും രാഹുൽ ഗാന്ധിയുമായി വേദി പങ്കിട്ടത് രാഷ്ട്രീയ കൗതുകമായി. ഇരുവരെയും പരാമർശിച്ചായിരുന്നു രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗം. സീറ്റ് നിഷേധത്തിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുകയും പിന്നീട് വഴങ്ങുകയും ചെയ്ത K സുധാകരന് പ്രത്യേക പരിഗണനയാണ് രാഹുൽ കണ്ണൂരിലെ വേദിയിൽ നൽകിയത്. വേദിയിലേക്കെത്തിയ രാഹുലിനെ ആലിംഗനം ചെയ്താണ് സുധാകരൻ സ്വീകരിച്ചത്. അധ്യക്ഷ പ്രസംഗത്തിന് മുൻപ് K സുധാകരനെ രാഹുൽ സംസാരിക്കാൻ ക്ഷണിച്ചു. കോഴിക്കോട് ബാലുശ്ശേരിയിലെത്തിയ രാഹുൽ ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സിലും യാത്ര ചെയ്തു. കൊയിലാണ്ടിയിലെ റോഡ് ഷോയും UDF പ്രവർത്തകർക്ക് ആവേശമായി. കണ്ണൂർ കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.